പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റ് റെസിപ്പിയാണ്. എക്സ്ട്രാ പ്രിസർവേറ്റീവ്സോ ബ്രെഡ് ഇംപ്രൂവറോ ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഡോണറ്റിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് മൈദയാണ് വേണ്ടത്. 250 ഗ്രാമാണ് മൈദ. എല്ലാത്തിൻ്റെയും അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. പിന്നെ ഒരു 45 ഗ്രാംസ് ഷുഗറും കൂടി വേണം. ഈ വെയിങ് മെഷീൻ നിർബന്ധമാണ്. ഞാനിവിടെ എടുത്തത് സോൾട്ടാണ്. ഒരു 3 ഗ്രാമാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു 3 ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് ആ ബൗൾ അങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതുപോലെ ഒരു 4 ഗ്രാം ഈസ്റ്റും അതുപോലെ തന്നെ ഒരു 150 ml മിൽക്കുമാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുത്തേക്കുന്നത്. നോർമൽ മിൽമയുടെ പാലൊക്കെ യൂസ് ചെയ്യാം. ഇതെന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. കാരണം ഈസ്റ്റ് ഫെർമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ പാലിന് കുറച്ച് ചൂട് വേണം. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അപ്പോൾ ഒരു 35 ഗ്രാംസ് ബട്ടറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം പാല് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ പിന്നെ കൂട്ടി കുറച്ചൊക്കെ ഇടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ഈ മിൽക്കിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് വേണം ഈസ്റ്റ് ഇടാനായിട്ട്. കാരണം ഈസ്റ്റ് ഫെർമെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഷുഗർ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം ചെയ്ത് നമ്മൾ ഫെർമെൻ്റ് ആയതിന് ശേഷമാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈസ്റ്റ് കുറച്ച് ക്വാളിറ്റി ഒക്കെ കുറഞ്ഞ് അല്ലെങ്കിൽ നേരത്തെ വീട്ടിലിരുന്നേച്ച് ഈസ്റ്റൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും മാവും കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ പാലിലേക്ക് സെപ്പറേറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് നന്നായി ഫെർമെൻ്റ് ആയതിന് ശേഷം മാത്രം മൈദയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാലാണ് ഡോ നല്ല രീതിയിൽ നമുക്ക് ഫെർമെൻ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഫെർമെൻ്റ് ആയ ഈസ്റ്റ് നമുക്ക് മൈദയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ മെഷർമെൻറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡോണറ്റ്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മിക്സ് ഒന്ന് കൈവച്ച് കുഴച്ചൊന്ന് മിക്സാക്കി എടുക്കുന്നുള്ളൂ. ബാക്കി പണിയൊക്കെ ചെയ്യാൻ പോകുന്നത് വേറൊരാളാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈവച്ച്. ശരിക്കും ഈ ഒരു ഡോ ഒരുപാട് ഹാർഡ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഒരു മീഡിയം ടെക്സ്ചറാണ് വരേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോ മൈദയ്ക്കും ഓരോ ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പാല് വേണമെന്നുണ്ടെങ്കിൽ, മാവ് കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് കൈ വെച്ചല്ല മാവ് കുഴച്ചെടുക്കുന്നത്. ഈ ബീറ്ററിൻ്റെ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചാണ്. എല്ലാ ബീറ്ററിനും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു ഡോണറ്റ് മിക്സ് ചെയ്യാനുള്ള ബ്ലേഡും കൂടി അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡോയ്ക്ക് ഇതുപോലുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലേഡ് വെച്ച് മിക്സ് ചെയ്യാം. അതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. കാരണം കൈ വെച്ചാകുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ കൈ മടുക്കും. മടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ കുഴക്കൽ അങ്ങോട്ട് നിർത്തും. ശരിക്കും നമ്മളുടെ ഡോണറ്റ്സിൻ്റെ ആ ഒരു സോഫ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു ഡോ മിക്സ് ചെയ്യുന്നതിലാണ്. ഇത്രയും പണികളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബട്ടറും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ബട്ടറും കൂടി ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആദ്യം ഒന്ന് സ്പീഡ് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൂടുതലും എന്നാൽ ഒരു 10 മിനിറ്റിന് കുറവും ടൈം മതി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ ഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ടൈം കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. ഈ ഒരു മിക്സ് നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡ് മിക്സറിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വിപ്പിംഗ് ക്രീമും അതുപോലെ കേക്ക് ബാറ്ററൊക്കെയാണ് സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യാറ്. ഇതുപോലെ കട്ടിയുള്ള ഡോ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഒന്നിങ്ങനെ ജെർക്കിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ വെറുതെ കംപ്ലൈൻറ്റ് ആക്കുന്നതിൽ നല്ലത് നമുക്ക് ഈ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ കൈവച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൈവച്ച് കുഴയ്ക്കാം. ഇപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു ടെക്സ്ചറിൽ നിന്ന് നമ്മുടെ ഡോ ഒന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഡോ റെഡി ആയി കിട്ടും. ഈ ഒരു ടൈമിൽ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുഴച്ച ആ ഒരു ടെക്സ്ചറിൽ നിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ കാണുമ്പോഴും ഏകദേശം മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ബീറ്ററിൽ നിന്ന് പയ്യെ ആ ഡോയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വലിഞ്ഞു കഴിയുമ്പോൾ അറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഫെർമെൻ്റ് ആവാൻ വെക്കുക എന്നുള്ളതാണ്. പിന്നെ നല്ല രീതിയിൽ ഡോ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ ഇത്. റെഡിയായി ഡോയിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കണം. ഒരുപാട് സ്പീഡിൽ വലിക്കരുത്, അപ്പോൾ ആദ്യം തന്നെ പൊട്ടിപ്പോകും. പയ്യെ പയ്യെ വലിച്ചു കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊട്ടാതെ കിട്ടണം. അപ്പോൾ എന്തായാലും സംഭവം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും ബട്ടർ ഇടരുത്. ബട്ടർ ഇടുമ്പോൾ അതിരിക്കും തോറും ഒന്നിങ്ങനെ ഒന്ന് ഹാർഡായ പോലെയാകും. അപ്പോൾ നമ്മൾ ഒരിത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആ പാത്രത്തിൽ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മളുടെ ഡോ അതിൽ വെച്ചിട്ട് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറും കൊണ്ടൊക്കെ നമുക്ക് ഫെർമെൻ്റ് ആയി കിട്ടും. ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ ടൈം എടുത്ത് 2 മണിക്കൂർ അടുക്കി എടുത്തു. കാരണം ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം
കുറച്ച് തണവായതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഡോണറ്റ് ഫെർമെൻ്റ് ആകാനായിട്ട് വെക്കാനുള്ള ട്രേയിൽ നിറച്ച് മൈദയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ വെയിങ് മെഷീൻ എടുത്തിട്ട് ഓരോ ഡോണറ്റും എത്ര ഗ്രാം വെച്ചിട്ടാണ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ജസ്റ്റ് മൊത്തത്തിൽ ഡോ ഒന്ന് പരത്തിയെടുത്തിട്ട് എന്തെങ്കിലും കട്ടറോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡോണറ്റ്സിനും ഓരോ അളവിൽ വെച്ച് ചെയ്യണതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ ഒരു 50 ഗ്രാംസാണ് എല്ലാത്തിനും അളവെടുത്തേക്കുന്നത്. അപ്പോൾ 50 ഗ്രാം വെച്ച് അളന്നെടുത്തിട്ട് എല്ലാ ഡോയും മാറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് അവസാനമാണ് നമ്മളത് ഷേപ്പ് ചെയ്യുന്നത്. ചിലർ മൊത്തമായിട്ട് നമ്മളുടെ ഈ ഒരു ഡോ ഒന്ന് കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം ഡോണറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. ഡോണറ്റ് കട്ടർ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയും അവൈലബിൾ ആണ്. പിന്നെ അങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് അങ്ങ് തിന്നായിട്ട് ഈ ഒരു മാവ് പരത്തിയെടുക്കരുത്. അപ്പോൾ ഡോണറ്റ്സിനും അധികം അങ്ങോട്ട് കട്ട് ചെയ്യില്ലാത്ത പോലെ ആയി പോകും. അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഇതുപോലെ ഓരോന്നും അളന്ന് നോക്കിയിട്ട് 50 ഗ്രാം വെച്ചിട്ട് ഓരോരോ ബോൾസായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഓരോന്നും നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കാം. കാരണം നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു എയറൊക്കെ പോയി നല്ല ടൈറ്റ് ആവാനും അതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നമ്മൾ തിരിച്ചു മറിച്ചും മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ചപ്പാത്തിക്കോൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. കാരണം ഇതുപോലെ തന്നെ നമ്മൾ ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്ക് ഡോണറ്റ്സ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ റൗണ്ടും ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൈ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോണറ്റ് കട്ടേഴ്സ് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് ഈ ഒരു മെത്തേഡിലായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചത്. അപ്പോൾ നമുക്ക് മൊത്തം 9 ഡോണറ്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. ചെറിയൊരു പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ലാസ്റ്റ് നമ്മൾ ഈ ഡോണറ്റ്സ് എല്ലാം സെൻറ്റർ ഭാഗം നോസിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ബാക്കി വരുന്ന ഡോണറ്റ്സിൻ്റെ ഡോയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് ഒരു ഡോണറ്റ്സും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടലി ഈ ഒരു അളവിൽ നമുക്ക് 10 ഡോണറ്റ്സ് ആണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോസിൽ യൂസ് ചെയ്ത് സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഓരോ പ്രാവശ്യം നോസിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡോ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ നോസിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ കംപ്ലീറ്റ് ഡോണറ്റ്സും ഇതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ ബാക്കി വന്ന നേരത്തെ ആ ഒരു ഡോയും ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോർഷനും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു ഒരു ഡോണറ്റും കൂടി റെഡിയാക്കി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ നമുക്ക് 10 ഡോണറ്റ്സ് ആണ് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫെർമെൻ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് എല്ലാം തന്നെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറവ് ഫ്ലെയിമിലും അതുപോലെ തന്നെ ഒരുപാട് കൂടുതൽ ഫ്ലെയിമിലിട്ടൊന്നും നമ്മൾ ഡോണറ്റ്സ് ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരോ ഡോണറ്റ്സ് ഇതിനകത്ത് ഇടാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി വലിയൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് 2-3 എണ്ണമൊക്കെ വെച്ച് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ആ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത ചെറിയൊരു പോർഷനാണ് ഇട്ട് കൊടുത്തത്. ഫസ്റ്റ് തന്നെ ഞാൻ ഡോണറ്റ് ഇട്ട് കൊടുക്കാറില്ല. ഇതുപോലെ എന്തെങ്കിലും ബോൾസ് ഇട്ട് കൊടുത്ത് ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രമാണ്. അപ്പോഴേക്കും നമ്മളുടെ ആ ഒരു ഓയിലിൻ്റെ ഹീറ്റിംഗ് ലെവലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കൂടുതൽ അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1-2 പ്രാവശ്യം ഡോണറ്റ്സ് ആദ്യമേ തന്നെ ഇട്ടപ്പോൾ കുറച്ചിങ്ങനെ പൊങ്ങി വരാത്തൊരു ഇഷ്യൂ ഒക്കെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആദ്യം തന്നെ ഇതുപോലെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം പിന്നെ ഡോണറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓയിലിൻ്റെ ഹീറ്റ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തീ കൂട്ടിയോ തീരെ കുറച്ചോ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഡോണറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഡോണറ്റ് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു സൈഡ് തന്നെ നമ്മൾ അധികം നേരം ഇട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് കളർ ചേഞ്ച് വരും. വേവാനും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. കാരണം പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റും. ചിലപ്പോൾ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഡോണറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഡാർക്കും ഒരുപാട് അങ്ങോട്ട് ലൈറ്റ് ഷെയ്ഡോ ആക്കരുത്. ഒരു മീഡിയം കളർ ആകുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റാം. അപ്പോഴേക്കും നമ്മളുടെ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ഡോണറ്റ്സും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം.
ചോക്ലേറ്റിൽ ഡോണറ്റ്സ് ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോണറ്റ്സിന് ഒട്ടും ചൂടുണ്ടാവാത്ത ഒരു ടൈമിൽ വേണം നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് നമ്മൾ ചൂടാറാൻ നിൽക്കുമ്പോഴേക്കും ചോക്ലേറ്റ് കുറച്ച് കട്ടയായി പോകും, പിന്നെ നമ്മളത് ഹീറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഡോണറ്റ്സ് നന്നായിട്ട് കൂളായതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ഡിപ്പ് ചെയ്യാം. അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഡോണറ്റ് കട്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഡോണറ്റ് കട്ടറാണ് ഉള്ളത്. ഇതുപോലെ തന്നെ സ്റ്റീലിൻ്റെയും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ബാക്കി വന്ന കുറച്ച് ഡോ ഉണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്ത് ഫെർമെൻ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെർമെൻ്റ് ആയതിനു ശേഷം വേണം ഡോണറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട്. അതും ഇതുപോലെ മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ നോസിലും വേറെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, ഈ ഒരൊറ്റ കട്ടർ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിലും ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡോണറ്റ്സും ഫ്രൈ ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഡോണറ്റ്സിൻ്റെ ചൂടാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴേക്കും ചോക്ലേറ്റ് നേരത്തെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒന്ന് അത് ശ്രദ്ധിച്ചേക്കാം. കാരണം ഡോണറ്റ്സ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട്. ചോക്ലേറ്റ് മെൽറ്റ് ആയി കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ ഡിപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്ത് കിട്ടും. ബട്ടറും പാലും ഒക്കെ ചേർത്തിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡോണറ്റ്സിന് ഒരു 40 രൂപ വെച്ചൊക്കെ വാങ്ങിക്കാം ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിന്. അതല്ല നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാല് മാറ്റി നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം. ഈ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.